ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അനൂസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും ഒരു ബ്രേക്ക്ഫാസ്റ്റ് കോംബോയാണ് ചെയ്യുന്നത്. ബെന്നെ ദോശ അല്ലെങ്കിൽ ബട്ടർ ദോശയും വളരെ ഈസി ആയിട്ട് കുക്കറിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മഞ്ഞ കളറിലുള്ള വെജിറ്റബിൾ കറിയുമാണ് കേട്ടോ. അപ്പോൾ കറിക്ക് ആവശ്യമുള്ള സവോള, ഇഞ്ചി, പച്ചമുളക്, പിന്നെ ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ് ഇത്രയും ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുക്കുവാണ്. പെട്ടെന്ന് കുക്കറിൽ തന്നെ ഉണ്ടാക്കാൻ പോകുന്ന കറിയാണ്. ഒരു ചെറിയ കുക്കർ വെച്ചു, കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായി അപ്പോൾ കുറച്ച് കടുക്, ഒരു 1/2 ടീസ്പൂൺ മതി. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള, ഒരു വലിയ സവോളയാണ്, അതിന് നീളത്തിന് കനം കുറച്ച് അരിഞ്ഞെടുത്തു. പിന്നെ ഒരു ടീസ്പൂൺ ഇഞ്ചി കുഞ്ഞായിട്ട് അരിഞ്ഞത്. ഇതിനകത്ത് വെളുത്തുള്ളി ചേർക്കുന്നില്ല കേട്ടോ, ഇഞ്ചി മാത്രമേ ഉള്ളൂ. പിന്നെ പച്ചമുളക് 1-2 എണ്ണ എടുക്കാം. ഇത് പറഞ്ഞ പോലെ നമ്മളൊരു മഞ്ഞക്കറിയാണ് ഉണ്ടാക്കുന്നത്, അപ്പം മുളക് പൊടിയൊന്നും ചേർക്കത്തില്ല. അപ്പം ഈ പച്ചമുളകിൻ്റെ എരിവായിരിക്കും ഉണ്ടാകുന്നത്, അതിനനുസരിച്ച് നമുക്ക് കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം. ഇതെല്ലാം കൂടി നല്ലപോലെ വഴറ്റി ഈ സവോള ഒന്ന് വാടിയാൽ മതി. ഇനി നമുക്ക് പൊടികൾ ചേർക്കാം. ആദ്യം മഞ്ഞൾപ്പൊടി, ഒരു 1/2 മുതൽ 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇടാം. അടുത്തത് ഞാൻ കുറച്ച് ചിക്കൻ മസാലയാണ് ചേർക്കുന്നത് കേട്ടോ. ഇതിന് പകരം ഗരം മസാലപ്പൊടി ആയാലും മതി, നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർക്കാം. അപ്പോൾ അതൊരു ഏകദേശം 1 ടീസ്പൂണോളം ഇടുന്നുണ്ട്. അപ്പോൾ പൊടികളുടെ ഒരു പച്ചപ്പും കൂടെ അങ്ങ് മാറി. ഇനി വെജിറ്റബിൾസ് ചേർക്കാം. ഉരുളക്കിഴങ്ങ് 2 എണ്ണം ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചത്. ക്യാരറ്റും അതുപോലെ തന്നെ, ക്യാരറ്റ് 1 എണ്ണമാണ്, അതും ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തത്. പിന്നെ ഞാൻ കുറച്ച് ഫ്രോസൺ ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട്, ഒരു 2-3 പിടി, ഏകദേശം ഒരു 1/2 കപ്പ് വരും, അതും കൂടി ചേർക്കാം. ഇപ്പോൾ സാധാ ഗ്രീൻ പീസ് ഒന്ന് കുതിർത്ത് എടുത്തിട്ട് അത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിനകത്ത് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം. ഈ പച്ചക്കറികളുടെ അതേ ലെവലിലാണ് വെള്ളം ഒഴിച്ചിരിക്കുന്നത്, ഒത്തിരി നിറഞ്ഞിട്ടില്ല. ഈ ഒരു ലെവലിലാണ് ഒഴിച്ചിരിക്കുന്നത്. എന്നാൽ കുക്കറിലായതുകൊണ്ട് പെട്ടെന്ന് വേവും, ഒരു 2-3 വിസിലിൽ പെട്ടെന്ന് വേവും. അപ്പോൾ വെള്ളം ഒത്തിരി കൂടിക്കഴിഞ്ഞാൽ കറി ഒരുപാട് ലൂസായി പോകും. പിന്നെ വേണമെങ്കിൽ നമുക്ക് കുക്കർ തുറന്ന് വറ്റിച്ചെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിടാണ്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അടച്ചു വയ്ക്കാം. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു 3 അല്ലെങ്കിൽ 4 വിസിൽ വേവിക്കാം. അപ്പോൾ അതാ കുക്കറിൻ്റെ ആവിയൊക്കെ പോയി. ഒന്ന് തുറന്ന് കറി എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. കറി റെഡിയായി കേട്ടോ. ഇത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ വെള്ളം കൂടുതലായി കഴിഞ്ഞാൽ ഒത്തിരി ലൂസായിരിക്കും, അപ്പോൾ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവില്ല. കുറച്ചൊന്നിങ്ങനെ നല്ല കുറുകിയിരിക്കുന്ന രീതിയിലാണ് ഇത് നല്ലത്. അപ്പം അഥവാ നിങ്ങൾ തുറക്കുമ്പം വെള്ളം കൂടുതലുണ്ടെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് നേരം കൂടെ ഒന്ന് വേവിച്ച് അതൊന്ന് വറ്റിച്ചെടുത്താൽ മതി. കുക്കറിലെല്ലാം കൂടി ഇട്ട് ഒരു 3-4 വിസിൽ വേവിക്കുമ്പോൾ കറിയായി. അടുത്ത നമുക്കിനി ദോശ ഉണ്ടാക്കാം. അപ്പം ഇന്ന് ബട്ടർ ദോശ അല്ലെങ്കിൽ ബെന്നെ ദോശയാണ് ഉണ്ടാക്കുന്നത്. ഞാനിത് ആദ്യമായിട്ട് ബാംഗ്ലൂരിൽ നിന്നാണ് കഴിക്കുന്നത്. അതൊരു ബാംഗ്ലൂർ സ്പെഷ്യൽ ദോശയാണ്. നമ്മൾ സാധാരണ നെയ്യൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നതിനും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്, പക്ഷെ സിമ്പിളാണ് കേട്ടോ. അപ്പം അതിനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ദോശമാവ് നേരത്തെ അരച്ചതുണ്ടായിരുന്നു, ഞാൻ അത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. പ്രത്യേകിച്ച് അങ്ങനെ മാവിന് പ്രത്യേകതയൊന്നുമില്ല. അരി, ഉഴുന്ന്, കുറച്ച് ചോറ്, ഒരല്പം ഉലുവ, ഇത്രയായിട്ട് അരച്ച ദോശമാവാണ്. അപ്പം അതിനകത്ത് പാകത്തിനുള്ള ഉപ്പും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കിനി ബെന്നെ ദോശ അല്ലെങ്കിൽ ബട്ടർ ദോശ റെഡിയാക്കാം. മാവ് ഒഴിക്കാം. ഒത്തിരി ഇത് ഒരുപാട് കനം കുറച്ചല്ല കേട്ടോ പരത്തുന്നത്. ഞാൻ കഴിച്ചത് അങ്ങനെയായിരുന്നു. ഈ ഒരു വട്ടത്തിനാണ് പരത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കുറച്ചൊന്ന് പച്ചമാവ് ഒന്ന് വെന്ത് വരുന്ന സമയത്ത് ഇതിനകത്തോട്ട് ബട്ടർ തേച്ച് കൊടുക്കാം. ബട്ടർ എത്രത്തോളം വേണം എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. അതിനൊരു കറക്റ്റ് അളവൊന്നും ഇല്ല. അങ്ങനെ സ്പ്രെഡ് ചെയ്യണമെന്നൊന്നും ഇല്ല കേട്ടോ.
ഞാനത് അവരുണ്ടാക്കുന്നത് കണ്ടത് ജസ്റ്റ് ഇങ്ങനെ അവിടെ ഇവിടെയും ബട്ടർ കുറച്ചിങ്ങനെ ഇട്ട് കൊടുക്കുന്നതാണ്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിലാണ് അവർ ബട്ടർ ചേർക്കുന്നത് ഹോട്ടലിൽ ഉണ്ടാക്കുമ്പോഴേ. പക്ഷെ നമുക്കിപ്പോൾ അത്രയും വേണം എന്നില്ല. അപ്പോൾ ഇത് റെഡിയായി, നമുക്ക് എടുക്കാം. ഇതിപ്പോൾ ഞാൻ കുറച്ചൊന്ന് ക്രിസ്പി ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് സോഫ്റ്റ് ആയിട്ടാണ് വേണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. നമ്മൾ സാധാരണ നെയ്യ് ഒഴിച്ചിട്ട് ദോശ ഉണ്ടാക്കുമല്ലോ എപ്പോഴും. പക്ഷെ ഇത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി. ഈ കറിയിൽ വേണമെങ്കിൽ കുറച്ച് മല്ലിയില ചേർക്കാം കേട്ടോ. അപ്പോൾ അത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ആയാലും ഈ ബെന്നെ ദോശയുടെ കൂടെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കോംബോ. വളരെ എളുപ്പത്തിൽ രാവിലെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. മാക്സിമം ഒരു 1/4 മണിക്കൂർ കൊണ്ട് ഇതെല്ലാം റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടൊക്കെ ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു നല്ല റെസിപ്പി അല്ലെങ്കിൽ ഒരു വ്ളോഗുമായിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.